ഇനി പൂഞ്ഞാറിൽ എന്താണ് സാധ്യത എന്നതാണ്. പൂഞ്ഞാറിൽ മത്സരിക്കുന്നത് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥി, UDFിലെ സജി ജോസഫ്, PC ജോർജ്. അച്ഛനും മകനും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മകൻ മത്സരിക്കുന്നത് പാലായിൽ, അച്ഛൻ മത്സരിക്കുന്നത് പൂഞ്ഞാറിൽ. തുടക്കം മുതൽ പറഞ്ഞതൊക്കെ വിവാദമാണ്, എല്ലാം വിവാദം. എന്ത് സംഭവിക്കും? ആർക്കും സാധ്യത PC ജോർജിന് കുറച്ച് വോട്ട് അവിടെ ഉണ്ട്, ആർക്ക് കിട്ടും എന്നുള്ളതാണ്. ആ വോട്ടൊക്കെ പോയി UDF or LDF പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നിലനിർത്തുമോ അതോ സജി ജോസഫ് പൂഞ്ഞാറിൽ? സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ നല്ല MLA. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അതായത് PC ജോർജ് വിരുദ്ധ വോട്ടുണ്ട് അവിടെ. PC ജോർജ് വിരുദ്ധ വോട്ടുണ്ട്. അത് കിട്ടുന്നത് സ്വാഭാവികമായും UDFന്റെ സ്ഥാനാർത്ഥി. ക്രിസ്ത്യാനികൾ 2.5% ഉള്ളൂ. BJP പറയുന്നത് അവിടെ ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ PC ജോർജ് ക്രിസ്ത്യാനികൾ 2.5% ഉള്ളൂ. BJP പറയുന്നത് കേട്ടങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ PC ജോർജിനെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമോ? ആ വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷം ഒന്നാകെ വെറുക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഞാൻ പറയുന്നു സെബാസ്റ്റ്യൻ കുളത്തിങ്കലിലേക്ക് പോകും. 6-7 ശരിക്കും ആ മണ്ഡലം ഒരു ഇഞ്ചോടിഞ്ച് മണ്ഡലമാണ് കേട്ടോ. ഒപ്പത്തിനൊപ്പം എഴുതേണ്ട മണ്ഡലമാണ്. പക്ഷേ UDFിലാണ്. 6000 വോട്ടേ ഉള്ളൂ. ആർക്ക് കിട്ടുന്നുള്ള പ്രധാനം.